പാർട്ടിയിൽ മത്സരിച്ച് എല്ലാവരും തോൽക്കുക എന്ന് പറയുന്നൊരവസ്ഥ, അതാരാന്നറിയാലോ അല്ലേ? അതെ, അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ്. മത്സരിച്ച 12 പേരും തോറ്റതോടെ 0 എന്ന അവസ്ഥയിലേക്ക് സഭാ അംഗത്വത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വന്നിരിക്കുകയാണ്. അത് ജോസ് കെ മാണി തന്നെ. എന്ത് വന്നാലും അവിടെയൊക്കെ ജയിച്ചു കയറും, BJP വോട്ട് പിടിക്കുമ്പോൾ ഞങ്ങൾ ജയിക്കുമെന്നൊക്കെയായിരുന്നു കണക്കൂട്ടൽ. പക്ഷേ അതൊക്കെ അപ്പാടെ പാളിപ്പോയി. മുന്നണി മാറ്റ സാധ്യത തടഞ്ഞ റോഷി അഗസ്റ്റിനെതിരെയാണ് ഇനി കലാപം ഉയരാൻ പോകുന്നത്. അതെ, മധ്യകേരളത്തിലെ നിർണായക ശക്തിയായിരുന്ന കേരള കോൺഗ്രസിന്റെ ഭാവി അതുകൂടി നമുക്ക് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഷിനോജ് എസ് ടി ഉണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി. ഷിനോജ്, ഗുഡ് മോർണിംഗ്. എൻ്റെയും ദിവിഷിൻ്റെയും ഗുഡ് മോർണിംഗ്. 12 പേരും തോറ്റു. ഇനിയിപ്പോൾ എന്തായിരിക്കും? മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമോ ജോസ് കെ മാണി? ഇടയ്ക്കൊന്ന് എങ്ങനെയെങ്കിലും UDF ക്യാമ്പിലേക്ക് പോകാൻ ഇങ്ങനെ സ്വരുക്കൂട്ടി നിന്നപ്പോൾ റോഷി അഗസ്റ്റിന്റെ നിലപാടാണ് അതിന് തടയിട്ടതെന്നാണ്. അപ്പോൾ കാര്യങ്ങൾ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് പോവോ പാർട്ടി? പക്ഷേ ചരിത്രത്തിൽ ആദ്യമായാണ് കേരള കോൺഗ്രസ് ഇല്ലാത്ത ഒരു നിയമസഭ വരാൻ പോകുന്നത്. 12 പേർ മത്സരിച്ച 12 പേരും തോൽക്കുന്നു. അതിൽ അവരുടെ ഏറ്റവും ശക്തി കോട്ടയായിരുന്ന പാലായിൽ അവരുടെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി രണ്ടാമതും തുടർച്ചയായി തോൽക്കുന്നു. അങ്ങനെ ദയനീയമായ പെർഫോമൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ 12 പേർ തോൽറ്റു എന്നതിനേക്കാൾ അപ്പുറത്ത് കേരള കോൺഗ്രസ് എമ്മിനെ ഏറ്റവും കൂടുതൽ അവർക്കൊരു ഞെട്ടലുണ്ടാക്കുന്നത് അവരുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന കേരള കോൺഗ്രസ് ജോസഫിന്റെ വിജയമാണ്. കാരണം ഏതാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് നേതാക്കൾ തമ്മിൽ വാക്പോര് നടക്കുന്നു. അണികൾ ഫേസ്ബുക്കിൽ ഞങ്ങളാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് പലതരത്തിൽ ചർച്ചകൾ നടത്തുന്നു. ആ ഒരു സമയത്താണ് മത്സരിച്ച എല്ലാവരും കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് പരാജയപ്പെടുന്നു. അതേസമയത്ത് മറുവശത്ത് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് 8 പേർ മത്സരിക്കുമ്പോൾ അതിൽ 7 പേരും ജയിച്ചു കയറുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടിയായി കേരള കോൺഗ്രസ് ജോസഫ് മാറുമ്പോൾ അതുണ്ടാക്കുന്ന ഞെട്ടലാണ് മാണി ഗ്രൂപ്പിലെ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ പലതവണ UDFിലേക്ക് വരാനുള്ള അവസരം വീണ് കിട്ടിയതാണ്. പക്ഷേ ആ അവസരങ്ങളൊക്കെ തന്നെ പലതരത്തിൽ കലമുടച്ചതാണ് എന്നൊരു അഭിപ്രായം പലയിടങ്ങളിൽ ഇനി മുറിമുറുപ്പായൊക്കെ തന്നെ പാർട്ടി യോഗങ്ങളിൽ ഉയരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം റോഷി അഗസ്റ്റിനാണ് അത്തരത്തിൽ ഈ വഴി അടച്ചത് എന്ന് ഇതിനോടകം തന്നെ പല നേതാക്കളും ഒക്കെ തന്നെ രഹസ്യമായും പരസ്യമായും ഒക്കെ തന്നെ പറയുന്നുമുണ്ട്. പല MLA മാർക്കും ഇപ്പോൾ മത്സരിച്ച പല സിറ്റിംഗ് MLA മാർക്കും ഒക്കെ തന്നെ ഇതിനോടകം തന്നെ UDFിൽ എത്തി UDFിന്റെ ഭാഗമായി നിന്ന് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന പലരും ഉണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി MLA ആയിരുന്നു ജോബ് മൈക്കിൾ ഉണ്ടായിരുന്നു, സെബാസ്റ്റ്യൻ കുളത്തങ്കലിന്, N ജയരാജൻ, അങ്ങനെ പല MLA മാർക്കും UDFിന്റെ ഭാഗമായി നിന്നില്ലെങ്കിൽ ഇത്തവണ വിജയിച്ചു കയറാൻ കഴിയില്ല എന്ന ചിന്തകളൊക്കെ തന്നെ നേരത്തെ തന്നെ ഉണ്ടായതാണ്. എന്തായാലും അതെല്ലാം യാഥാർത്ഥ്യമാകുന്നതാണ് നമ്മൾ വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴും ഒക്കെ തന്നെ കണ്ടത്. എന്തായാലും ഇനി റോഷിക്കെതിരെ ഒരു കലാപം പാർട്ടിക്കുള്ളിലകത്ത് ഉണ്ടാകുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം റോഷിയാണ് പിടിച്ചു നിർത്തിയത്. UDFിലേക്ക് പലതരത്തിൽ സുവർണാവസരങ്ങളൊക്കെ തന്നെ കിട്ടിയതാണ്. ആ കിട്ടിയ സമയത്തൊക്കെ തന്നെ വാതിലടയ്ക്കാൻ ശ്രമിച്ചത്, LDFിനൊപ്പം നിൽക്കാൻ ശ്രമം നടത്തിയതൊക്കെ തന്നെ റോഷി അഗസ്റ്റിന്. അപ്പോൾ ഇനി റോഷി അഗസ്റ്റിനെതിരെ ഒരു പാർട്ടിക്കുള്ളിൽ ഒരു പടയിറക്കം, ഒരു കലാപം ഉണ്ടാകുമോ എന്നാണ് ഇനി ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. എന്തായാലും വലിയ ഒരു സ്വീകാര്യത ഇനി UDFിലേക്ക് കിട്ടില്ല എന്നതും ഉറപ്പാണ്. കാരണം ഒരു MLA പോലും ഇല്ലാത്ത ഒരു പാർട്ടിയെ ഇനി UDF ഒരു കാരണവശാലും കയ്യിൽ നിന്നിട്ട് സ്വീകരിക്കാനൊന്നും തന്നെ പോകുന്നില്ല. അതിനാൽ തന്നെ വരുന്ന 5 വർഷം പ്രതിപക്ഷത്തിരിക്കുക എന്നത് മാത്രമാകും കേരള കോൺഗ്രസ് എമ്മിന് മുന്നിലുള്ള വിധി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പിളർപ്പിലേക്കൊക്കെ തന്നെ പോയി ഏതെങ്കിലും ഒരു ഭാഗം തിരിച്ചു വീണ്ടും UDFിലേക്ക് എത്താനുള്ള സാധ്യതകളൊക്കെ തന്നെ ഉണ്ടാകണം. അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഒരിക്കൽ പറഞ്ഞതുപോലെ ഇനി നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ അക്ഷരങ്ങൾ ഇല്ലാതായി പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഷിനോജ് നല്ല ദിവസം ആശംസിക്കുന്നു. ഈ റോഷി അഗസ്റ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, പ്രമോദ് നാരായണനുണ്ട്. പ്രമോദ് നാരായണൻ ഒരു പരിധിവരെ സാധ്യത കൽപ്പിച്ചിരുന്നതാണ്. പക്ഷെ പിന്നീട് അവസാന നിമിഷം ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ അത് മാറി അതെല്ലാം ഒലിച്ചു പോകുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത്.